നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ 19ാമത്തെ പേജിലെ അസൈൻമെൻറ്റ്, അതായത് രണ്ടാമത്തെ അസൈൻമെൻറ്റാണ്. റാം ബോറോഡ് 8,000 at 10% annum for 2 years. Instead of paying at compound interest, if he pays simple interest, how much will he gain? അതായത് ഈ റാം എന്ന് പറയുന്ന കക്ഷി ഒരാളോട് 8,000 രൂപ കടം വാങ്ങുകയാണ്. 10% ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്കാണ് കടം വാങ്ങിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് പകരം അയാൾ എന്ത് ചെയ്തു? സിമ്പിൾ ഇൻട്രസ്റ്റിൽ അയാൾ പലിശ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കാണാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാണുക, അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റായിട്ട് ഇൻട്രസ്റ്റ് കാണുക. രണ്ടും തമ്മിൽ വ്യത്യാസം കണ്ടാൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആവും. നമ്മൾ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുമ്പോൾ I സമം PRT, അതായത് പി പ്രിൻസിപ്പിൾ 8,000 ആണ്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. അപ്പം 10/100 ആണ്. ഇൻറ്റു ടി ടേം ഓഫ് ഇയർ 2 ആണ്. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ ഒരു പൂജ്യം ക്യാൻസൽ ചെയ്യാം. ഇവിടെയുള്ള ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 800 × 2 2 16 1600 ആണ്. അദ്ദേഹം സാധാരണ രീതിയിൽ സാധാരണ പലിശ കാണുന്നത് 1,600 രൂപ പേ ചെയ്യണം. ഇനി കൂട്ടുപലിശ രീതിയിലാവുമ്പോൾ A സമം P × 1 + R/100 ഹോൾ റേസ്റ്റ് ടു ടി ആണ് നമ്മുടെ സൂത്രവാക്യം. പി എന്ന് പറയുമ്പം പ്രിൻസിപ്പൽ എമൗണ്ട് 8,000 1 + R/100 റേറ്റ് എന്ന് പറയുമ്പോൾ 10/100 റേസ്റ്റ് 2 ആണ്. അപ്പം 8,000 ഇൻറ്റു ഇവിടെ നമുക്ക് 1 + 10/100 നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ മാറ്റാം? 100 × 1 പ്ലസ് ഇത്, അതായത് ഇത് ഗുണിക്കണം ഇത് പ്ലസ് ഇത്. അപ്പം 1 × 100 എന്ന് പറയുമ്പോൾ 100 100 + 10 എന്ന് പറയുമ്പോൾ 110 / 100 റേസ്റ്റ് 2. അതായത് ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നസംഖ്യയും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനുള്ള എളുപ്പമാർഗ്ഗം ഇതാണ്. ഭിന്നസംഖ്യയുടെ എന്ത് ചെയ്യാം? ഛേദത്തിന് പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് അത് കൂട്ടിയിട്ട് ഹോൾ / ഛേദം കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 8,000 ഇൻറ്റു ഇത് 110/100 2 പ്രാവശ്യം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് 110/100 ഇൻറ്റു 110/100. ഇതിൽ നമുക്ക് കുറേ പൂജ്യങ്ങളൊക്കെ വെട്ടി മാറ്റാനുണ്ട്. ഈ പൂജ്യം പോട്ടെ, അതുപോലെ ഈ പൂജ്യം കട്ട് ചെയ്യാം. പിന്നെ ഇവിടെ 2 പൂജ്യമുണ്ട്, അപ്പോൾ ഇവിടെ 2 പൂജ്യം കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഗുണിക്കാം 11 × 11 121 121 × 8 9,680 വരിക. അപ്പം കൂട്ടുപലിശ നിരക്കിൽ നമ്മൾ പലിശ അടക്കമുള്ള തുകയാണ് കാണുക. അപ്പോൾ പലിശ മാത്രം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പലിശ അടക്കമുള്ള തുകയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മുതൽ കുറച്ച് കഴിഞ്ഞാൽ 1,650 വരും. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത് 1,600 ആണ്. സാധാരണ പലിശ നിരക്കിൽ അയാൾ 1,600 രൂപ കൊടുത്താൽ മതി. കൂട്ടുപലിശ നിരക്കിൽ അയാൾ 1,650 കൊടുക്കണം. അപ്പോൾ ശരിക്കും അയാൾ ഗെയിൻ ചെയ്ത് 80 രൂപയാണ്. 80 രൂപ അയാൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്.